യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ എല്ലാം തകർന്നടിയുന്ന, എല്ലാം എടുത്തു മാറ്റപ്പെടുന്ന സമയം ഏതാണ്? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പിന്നെ ഒന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞാൽ, കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ആ സമയം ഏതാണ്? ഇന്നത്തെ സുവിശേഷത്തിൽ ദേവാലയത്തിന്റെ അകത്ത് വില കൂടിയ കല്ലുകളും അതുപോലെ ആഭരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ കണ്ടിട്ട് ആളുകൾ പറയാണ്, എന്തു ഇത്ര ഭയങ്കര കാശ് ചെലവാക്കിയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേവാലയത്തിന്റെ അകത്ത് ചുറ്റി നടക്കുന്ന ഒരു സമയത്ത് ഈശോ പറയുകയാണ്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം എടുത്തു മാറ്റപ്പെടും. പ്രിയപ്പെട്ടവരെ, ഒന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നെ കല്ലുമില്ല, കല്ലിന്മേൽ കല്ലുമില്ലാത്ത സമയമെന്ന് പറയുന്നത് മരണമാണ്. ഈ മരണം എന്ന സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു ദേവാലയത്തിൽ നിന്ന്, ഒരു ദേവാലയം തന്നെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് തകർന്നടിഞ്ഞു എന്ന് വിചാരിക്കുക. പിന്നെ എന്താണ് ബാക്കിയുള്ളത്? പിന്നെ ബാക്കിയുള്ളത് ആ ദേവാലയത്തിലെ ചൈതന്യമാണ്. കല്ലിന്മേലുള്ള കല്ലും അതിന്റെ അലങ്കാരങ്ങളും എല്ലാം നഷ്ടപ്പെട്ടാലും ആ ദേവാലയത്തിലെ ചൈതന്യം, എന്താണ് ദേവാലയത്തിലെ ചൈതന്യം? ആ ആത്മാവ്, ദൈവാത്മാവ്, അത് ബാക്കിയാവും, അത് നിലനിൽക്കും. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മൾ നവംബർ മാസത്തിൽ തന്നെയാണ് ആത്മാക്കളുടെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ വണക്കമാസമൊക്കെയുള്ള ഈ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇനിയൊന്നും അവശേഷിക്കാതെ, നമ്മുടെ ശരീരത്തിൽ ഒന്നും അവശേഷിക്കുന്നില്ല, ശ്വാസം അവശേഷിക്കുന്നില്ല, ഹൃദയമിടിപ്പ് അവശേഷിക്കുന്നില്ല, ചൂട് അവശേഷിക്കുന്നില്ല. അങ്ങനെ കല്ലിന്മേൽ കല്ല് ഇല്ലാതെ ഇത് വിട്ടുപോകുമ്പോഴും ആത്മാവ് നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ഈശോ പറയുകയാണ്, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ ശ്രദ്ധ എന്താണ്? വഴിതെറ്റുക എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ കുറിച്ച് വഴിതെറ്റുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അയാൾ ഏത് കാര്യമാണോ ചെയ്യേണ്ടത് ആ കാര്യം ചെയ്യാതിരിക്കുക എന്നത് വഴിതെറ്റലാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏത് കാര്യം ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിച്ചിട്ടുള്ളത്, ആ കാര്യം ചെയ്യാതിരിക്കുന്നത് വഴിതെറ്റലാണ്. ഒരുപക്ഷെ നമുക്ക് തോന്നിയാക്കാം നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന്. ഒരു ഉദാഹരണത്തിന് അച്ഛൻ പറയാം. ഇപ്പൊ അച്ഛൻ ഇവിടുത്തെ ശുശ്രൂഷ ചെയ്യാതെ അച്ഛൻ മൈത്രി ഭവനിൽ നമ്മുടെ വല്യപ്പച്ചന്മാരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണെന്ന് വിചാരിച്ചു. പ്രൈസ് സിസ്റ്റർ വന്നിട്ടില്ല. അപ്പോ നല്ലൊരു കാര്യമല്ലേ? പക്ഷേ ഈശോ അച്ഛനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ കാര്യമല്ല, ഈ കാര്യമാണ്. മറ്റേത് നല്ലതാണെന്ന് തോന്നുമ്പോഴും അതൊരു വഴിതെറ്റലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയാണ്, ഈശോ പറയാണ്, നിങ്ങളെ ആരും, അപ്പോൾ നിങ്ങളുടെ പ്രവർത്തികളിൽ, നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ മനോഭാവങ്ങളിൽ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ് വഴിതെറ്റിക്കാതിരിക്കട്ടെ. അല്ലെങ്കിൽ കോവിഡ് വന്നപ്പോ ആളുകൾ പറഞ്ഞു ലോകം അവസാനമായി എന്ന് പറഞ്ഞു. ഉരുൾപൊട്ടൽ വന്നപ്പോ ആളുകൾ പറയും ലോകാവസാനം. ഈശോ പറഞ്ഞു അതിപ്പോൾ ആയിട്ടില്ല, അതിന്റെ ഒരു മുന്നോടി മാത്രമാണ്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ചൈതന്യം കർത്താവിൽ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുക. ഈ ഭൂമിയിലുള്ള ഒന്നിലും നിങ്ങളുടെ ഹൃദയം ഉറപ്പിക്കാതെ, നിങ്ങൾക്ക് വേണ്ടി നിത്യത ഒരുക്കി വെച്ചിട്ടുള്ള ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചുകൊണ്ട്, അതിനെയാണ് കൊയ്ത്ത് എന്ന് പറയുന്നത്. നിത്യതയിലേക്ക് നിന്റെ ആത്മാവിനെ ദൈവം കൊയ്തെടുക്കും എന്ന ഒരു കാര്യത്തിൽ ഇന്നത്തെ ഒന്നാം വായന അതാണ്. വെളിപാടിന്റെ പുസ്തകത്തിലുള്ള ഒന്നാം വായന, കൊയ്ത്തിന് കാലമായി. എന്താണ് ദൈവരാജ്യത്തിലേക്ക് കൊയ്തെടുക്കുന്നത്? ദൈവരാജ്യത്തിലേക്ക് കൊയ്തെടുക്കുന്നത് നമ്മുടെ ആത്മാവിനെയാണ്. അത് കർത്താവിന്റെ ആ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന വിധത്തിൽ
റോയലായി, അതായത് ഒരു കൊട്ടാരത്തിലേക്ക് കയറ്റാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ ആ ഒരു റോയലായിട്ട് ജീവിക്കുക എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് കണ്ണുകളടക്കാം. നിത്യതയുടെ ഭവനത്തിന് ചേർന്നതല്ലാത്ത ജീവിത രീതികൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ കൊണ്ടു നടന്നതിനെ ഓർത്ത് നമുക്ക് അനുദപിക്കാം. നമ്മുടെ മഹത്വം നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങളിൽ വ്യാപരിച്ചു പോയതിനെ ഓർത്ത് നമുക്ക് അനുദപിക്കാം. യേശുനാമം വിളിച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ചൈതന്യം നമുക്ക് വീണ്ടെടുക്കാം. പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ